സ്വന്തം വീട്ടിലേക്ക് സഭയുടെയും ആശുപത്രിയുടെയും പണം അടിച്ചു മാറ്റുന്ന മെത്രാൻ എന്നല്ലേ നീലങ്കാവി കുറിച്ച് മറുനാടാ പറഞ്ഞത്? 5 ലക്ഷം രൂപ വരെ പ്രതിമാസ ശമ്പളം കൊടുത്ത് മൃഷ്ടാന്നം ഭുജിക്കാൻ സ്വന്തം സഹോദരന്റെ വായിലേക്ക് തിരികെ കൊടുത്തിട്ട് മറുനാടൻ സ്കറിയോത്ത, നിന്റെയൊക്കെ സഹോദരൻ അച്ഛനുണ്ടല്ലോ, അയാളായിരുന്നു അവിടെ മെത്രാനെങ്കിൽ 5 ലക്ഷം രൂപ ഒളിച്ചു കൊടുക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ താൻ വീഡിയോ ഇടുമായിരുന്നു. സമീപത്തെ എല്ലാ ആശുപത്രികളിലും സിഇഒമാർക്ക് 10-15 ലക്ഷം ഉള്ളപ്പോൾ ഇവിടെ 5 ലക്ഷം മാത്രമാണ് കൊടുക്കുന്നത് എന്ന് വീഡിയോ ഇടുമായിരുന്നില്ലേ? മനസ്സാക്ഷി ഉണ്ടെങ്കിൽ താൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിയുമോ? കഴിയില്ല. പിതാവി അങ്ങ് കരഞ്ഞു കുമ്പസാരിച്ചു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മെത്രാൻ കുമ്പസാരിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണമെന്ന് വീഡിയോ ഇട്ട് താൻ കുമ്പസാരിക്കുകയും മാപ്പ് ചോദിക്കുകയും വേണ്ട. അതുകൊണ്ട് കാര്യമില്ല. പിശാചുക്കൾക്കുള്ളതല്ല കുമ്പസാരം. ഹായ് പ്രിയപ്പെട്ടവരെ, മറുനാടൻ മലയാളി ഷാജൻ സ്കറിയോത്ത ഒരു കാപട്യക്കാരനാണെന്നും അയാളൊരു സൈബർ ഗുണ്ടയാണെന്നും തെളിയിച്ചുകൊണ്ട് കപട മാധ്യമ പ്രവർത്തനവും സത്യമെന്ന പേരിൽ പച്ച നുണ വിളമ്പുന്നതും ഞാനിവിടെ തെളിയിക്കാം. ഒരു വലിയ നുണ അനേക ലക്ഷങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു ചെറിയ അർദ്ധസത്യം അവതരിപ്പിക്കും. അതിലൊരു പോയിന്റ് സത്യമുള്ളത് കൊണ്ട് അതിനോട് പൊതിഞ്ഞു വരുന്ന വലിയ ഒരു നുണ, പച്ച നുണ എല്ലാവരും വിശ്വസിക്കുന്ന സ്ഥിതി. പ്രതിമാസം 5 ലക്ഷം രൂപയാണ് ഈ ടോണി പിതാവ് തൻ്റെ സഹോദരനെ അവിടെ തിരികെ കയറ്റി ശമ്പളം കൊടുക്കുന്നത്. ആരാണ് ബെന്നിയെ അവിടെ നിയമിച്ചത്? റാഫേൽ തട്ടിൽ പിതാവ് സഹായമെത്രാനായിരിക്കുന്ന കാലത്താണ്. അന്ന് ടോണി നീലങ്കാവിൽ അച്ഛൻ രൂപതയിലെ വെറും ഒരു പുരോഹിതൻ മാത്രമാണ്. 12 വർഷം മുമ്പ് താഴത്ത് പിതാവ് നിയമിച്ച ബെന്നിയെ റാഫേൽ തട്ടിൽ പിതാവ് പോയ ശേഷം വെറും 8 കൊല്ലവും 8 മാസവും മുമ്പാണ് ടോണി പിതാവിനെ സഹായമെത്രാനായി നിയമിച്ചത് എന്ന് യാഥാർത്ഥ്യം അറിയണം. ഡോക്ടർ ബെന്നിയുടെ സിഇഒ ആയിട്ട് 4 കൊല്ലത്തിന് ശേഷം മാത്രം സഹായമെത്രാനായ ടോണി നീലങ്കാൽ പിതാവിനെ വലിയ കടുത്ത സാമ്പത്തിക തട്ടിപ്പുകാരനായിട്ടും മഹാപാപിയായിട്ടും ജനലക്ഷങ്ങളുടെ മുമ്പിൽ വീഡിയോയിലൂടെ അവതരിപ്പിച്ച ക്രൂരകൃത്യം ചെയ്ത മറുനാടൻ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അത് വലിയ ശാപമായി തൻ്റെ മക്കളുടെ മേൽ വന്ന് പതിക്കും, തൻ്റെ തലമുറകളിൽ വന്ന് പതിക്കും. അവർ നശിച്ചു പോകും എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. തനിക്കൊന്നും ബാധിക്കില്ല. ഇത്തരം ബാധകളൊന്നും പിശാചുക്കൾ കേൾക്കാറില്ല. കണക്കും ഓഡിറ്റിംഗ് എല്ലാം കൃത്യമായിട്ടുള്ളതല്ലേ? ഓരോ സ്റ്റാഫിൻ്റെ ശമ്പളം പരസ്യമല്ലേ? ഇയാളെന്തോ അതീവ രഹസ്യം കണ്ടുപിടിച്ചതുപോലെ, ഒരു കള്ളത്തരം കണ്ടുപിടിച്ച പോലെ അവതരിപ്പിക്കുക, ടോണി പിതാവിനെ വളരെയേറെ ആക്ഷേപിക്കുക എന്ന നിഗൂഢ ലക്ഷ്യം മാത്രമല്ലേ അയാൾ വെച്ചത്? നേഴ്സുമാർക്ക് 70,000 കൊടുക്കുന്നതെങ്കിൽ ഒരു 70,000-ൽ കൂടുതൽ അർഹതയില്ലാത്ത ആൾക്ക് 5 ലക്ഷം വീതം രഹസ്യത്തിൽ കൊടുക്കുന്നു എന്ന രഹസ്യം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ മഹാൻ എന്നല്ലേ അയാളെ ഭാവിക്കുന്നത്? അതിലൊരു പോയിന്റ് സത്യമുള്ളത് കൊണ്ട് അതിനോട് പൊതിഞ്ഞു വരുന്ന വലിയ ഒരു നുണ, പച്ച നുണ എല്ലാവരും വിശ്വസിക്കുന്ന സ്ഥിതി. ഷാജൻ സ്കറിയോത്ത എന്ന ആ നികൃഷ്ട ജീവിയുടെ നിഗൂഢ ലക്ഷ്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജെമിനി സെർച്ച്, ചാറ്റ് GPT സെർച്ച് ചെയ്യ്. കേരളത്തിലെ വൻകിട ആശുപത്രികളിലെ സിഇഒമാരുടെ ശമ്പളം എത്ര? സ്വാഭാവികമായും ചെറിയ ആശുപത്രി നേഴ്സുമാർക്ക് ചെറിയ ശമ്പളം, വലിയ ആശുപത്രി വലിയ ശമ്പളം എന്നാണല്ലോ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നേഴ്സുമാർക്ക് കൊടുക്കേണ്ടത് ജൂബിലി ആണല്ലോ. എങ്കിൽ നേഴ്സുമാർക്ക് മാത്രമല്ല ആശുപത്രിയിലെ മറ്റെല്ലാ തൊഴിലാളികൾക്കും ഇതിന് ആനുപാതികമായി കൊടുക്കണ്ടേ? അങ്ങനെയെങ്കിൽ കേരളത്തിലെ മറ്റെല്ലാ ആശുപത്രിയേക്കാളും ഏറ്റവും കൂടുതൽ ശമ്പളം സിഇഒയ്ക്ക് കൊടുക്കേണ്ടത് ജൂബിലി ആശുപത്രിയല്ലേ? അത്രയും കൊടുക്കുന്നില്ല. നിങ്ങൾ തെളിവ് നോക്ക്. ഇവിടെ പരിശോധിച്ചാലും കൃത്യം തെളിവ് കിട്ടുമല്ലോ. സമാനമായ വലിയ ആശുപത്രികളിൽ 10 ലക്ഷവും 15 ലക്ഷവും ശമ്പളം കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ ആശുപത്രി എന്ന നിലയിൽ അത്രയും അർഹിക്കുന്ന ഡോക്ടർ ബെന്നിക്ക് ഒരു 5 ലക്ഷം കൊടുക്കുന്നതും തിരിച്ചറിയണം. വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നതിനും UNA നേതാവ് ജാസ്മിൻ ഷായ്ക്കെതിരെ ED കേസെടുത്തപ്പോൾ സ്വത്തുകൾ കണ്ടുകെട്ടിയപ്പോൾ അമിതമായ സ്വത്തുക്കളുണ്ടെങ്കിൽ അമിതമായ വരുമാനം ഉണ്ടെന്ന് കാണിക്കാൻ മറുനാടൻ കഴിഞ്ഞ മാസം ഇട്ട വീഡിയോ കാണുക. അവസ്ഥ കാണുമ്പോൾ 2 ലക്ഷത്തിലധികം രൂപ ശമ്പളം കൈപ്പറ്റി തിരൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സിഇഒ ആയി പണിയെടുക്കുകയാണ് ജാസ്മിൻ ഷാ. ഇപ്പോൾ 3 കൊല്ലം മുമ്പ് പൂട്ടിപ്പോയ ആശുപത്രിയെക്കുറിച്ചാണ് കഴിഞ്ഞ മാസം ഈ പച്ചനുണ പറഞ്ഞത് തന്നെ. അതവിടെ നിൽക്കട്ടെ. മലപ്പുറം ജില്ലയിലെ താരതമ്യേന ചെറിയൊരു ആശുപത്രിയായ ജനത ആശുപത്രിയിൽ 2 ലക്ഷത്തിലധികം ശമ്പളമാണ് ലഭിക്കുന്നതെങ്കിൽ അതിനേക്കാൾ 10 ഇരട്ടി ബെഡുകളുള്ള ജൂബിലി ആശുപത്രിയിലെ സിഇഒയ്ക്ക് 10 ലക്ഷം രൂപയെങ്കിലും ശമ്പളം ലഭിക്കേണ്ടതാണെന്ന് ന്യായമായ ബോധ്യം മറുനാടന് ഇല്ലാണ്ട് പോയോ? വിദേശത്ത് ജോലി ചെയ്തിരുന്ന, അതും പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയുടെ തലപ്പത്തായിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ബെന്നി ഈ ജൂബിലി ആശുപത്രി ചുമതലയേറ്റപ്പോൾ അവിടെ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും ശമ്പളവും ആനുകൂല്യവും ഇല്ലാതെയാണ് സമർപ്പണ മനോഭാവത്തോടെ ഈ ആശുപത്രി ജോലി ചെയ്തത്. അപ്പോൾ ആശുപത്രിയിൽ സഹോദരനെ ജോലിക്ക് തിരികെ കയറ്റിയിട്ട് സ്വന്തം വീട്ടിലേക്ക് സഭയുടെയും ആശുപത്രിയുടെയും പണം അടിച്ചു മാറ്റുന്ന മെത്രാൻ എന്നല്ലേ നീലങ്കാവി കുറിച്ച് മറുനാടാ പറഞ്ഞത്? 5 ലക്ഷം രൂപ വരെ പ്രതിമാസ ശമ്പളം കൊടുത്ത് മൃഷ്ടാന്നം ഭുജിക്കാൻ സ്വന്തം സഹോദരന്റെ വായിലേക്ക് തിരികെ കൊടുത്തിട്ട് ഞാനിന്ന് ചോദിക്കട്ടെ, അനീതിക്കെതിരെ ആഞ്ഞടിക്കുന്ന മറുനാടൻ സ്കറിയോത്ത, നിന്റെയൊക്കെ സഹോദരൻ അച്ഛനുണ്ടല്ലോ, അയാളായിരുന്നു അവിടെ മെത്രാനെങ്കിൽ ഇങ്ങനെ 5 ലക്ഷം രൂപ ഒളിച്ചു കൊടുക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ
താൻ വീഡിയോ ഇടുമായിരുന്നു. സമീപത്തെ എല്ലാ ആശുപത്രികളിലും സിഇഒമാർക്ക് 10-15 ലക്ഷമുള്ളപ്പോൾ ഇവിടെ 5 ലക്ഷം മാത്രമാണ് കൊടുക്കുന്നത് എന്ന് വീഡിയോ ഇടുമായിരുന്നില്ലേ? മനസ്സാക്ഷി ഉണ്ടെങ്കിൽ താൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിയുമോ? കഴിയില്ല. പിതാവി അങ്ങ് കരഞ്ഞു കുമ്പസാരിച്ചു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം സഹോദരനെ മെത്രാൻ കുമ്പസാരിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണമെന്ന് വീഡിയോ ഇട്ട് താൻ കുമ്പസാരിക്കുകയും മാപ്പ് ചോദിക്കുകയും വേണ്ട. അതുകൊണ്ട് കാര്യമില്ല. പിശാചുക്കൾക്കുള്ളതല്ല കുമ്പസാരം. ഷാജൻ സ്കറിയോത്ത ഒരു കാപട്യക്കാരനാണെന്നും അയാൾ ഒരു സൈബർ ഗുണ്ടയാണെന്നും തെളിയിച്ചുകൊണ്ട്, മലീമസമായ ഹൃദയത്തിനുടമയായ ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തനം ഒരു മറയായി സ്വീകരിച്ച നീതിമാന്റെ കപട വേഷം ധരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് സംശയലേശമനി എനിക്ക് പറയാൻ കഴിയും. ഞാനത് തെളിയിക്കുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് എൻ്റെ പേജിൽ ഏകദേശം 8,000-ഓളം വ്യൂവേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിലും മറ്റു പല രീതിയിലുള്ള വ്യൂവേഴ്സ് കൂടി കണക്ക് കൂട്ടിയാൽ ഏകദേശം 10,000-ഓളം ആകുന്നുണ്ടാവും. ആ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന 100 കണക്കിന് കമൻറ്റുകളിൽ 90% എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും ചിലർ ഷാജൻ നല്ലൊരു മാധ്യമപ്രവർത്തകനാണ് എന്നൊക്കെ ന്യായീകരണം എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതും. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, ആരാധകർ ഒത്തിരി ഉണ്ടല്ലോ. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം സഭയുമായി ഏറ്റുമുട്ടുന്ന ചില സമയത്ത് മാത്രമാണ് മനസ്സിലാക്കുക. നീലക്കുറുക്കൻ തൻ്റെ സ്വഭാവം കാണിക്കും, എപ്പോഴെങ്കിലും ഓരിയിടും, കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. സഭയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നികൃഷ്ട ജീവികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവിടെയെല്ലാം ചാടി വീണ് മുൻനിരയിലെത്തുമ്പോൾ ഷാജൻ്റെ ചെമ്പ് തെളിയും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയോ ഡിവൈഎഫ്ഐയുടെയോ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്നുണ്ടെങ്കിൽ അന്തം കമ്മിയായ ഒരു കൈരളി TV-കാരൻ ക്യാമറയുമായി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ചുവന്ന കണ്ണുകൾ കൊണ്ടേ കാണുകയുള്ളൂ. അതുപോലെ ഓരോരുത്തരും ഓരോ പാർട്ടി വീക്ഷണം ഉണ്ടാകാം, ആ കണ്ണുകൾ കൊണ്ടേ കാണുകയുള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്തോ വിമർശിച്ചോ ഏത് ആംഗിളിലും എഴുതും, ആയിക്കൊള്ളട്ടെ, അതൊക്കെ ന്യായീകരിക്കാം. പക്ഷേ ക്യാമറയും തൂക്കി മാധ്യമപ്രവർത്തനാണെന്ന് പറഞ്ഞ് ചെന്നവൻ സമരക്കാരുടെ മുൻനിരയിലെത്തി സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞിട്ട് എല്ലാവരും കല്ലെറിയടാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ കപട മാധ്യമപ്രവർത്തകനാണ്, കപട മാപ്രയാണ്, സൈബർ ഗുണ്ടയാണ്, ഒരു തെരുവ് ഗുണ്ടയാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. അതേ പ്രവൃത്തിയാണ് ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സമരത്തിൽ അദ്ദേഹം ചെയ്തത്. 5000-ഓളം നേഴ്സുമാരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ടൗൺ ഹാളിലേക്ക് നിങ്ങൾ വിശ്വാസികളോട് ഒഴുകിയെത്താൻ പറഞ്ഞപ്പോൾ നേഴ്സിംഗ് സമൂഹത്തോട് അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ആളുകൾ എത്തുമായിരുന്നു. അപ്പോൾ ഇയാൾ ആരാ? മാധ്യമപ്രവർത്തകനാണോ? ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ സമരമോ പ്രക്ഷോഭമോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇയാൾ അതിന്റെ നേതാവായി പറയാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം നിഗൂഢ ഉദ്ദേശം വെച്ച് പുലിയെപ്പോലെ മുൻനിരയിൽ ചാടി വീണ് ആക്രമിക്കുന്ന ഇദ്ദേഹം പൈശാചികമായ ലക്ഷ്യങ്ങളോടെ മാധ്യമപ്രവർത്തനം മറയാക്കിയ വ്യക്തിയാണ്. സത്യസന്ധതയെന്ന് മറപിടിച്ച് ക്യാമറക്കാരൻ്റെ വേഷത്തിൽ കല്ലെറിയാൻ പോകുന്നവനെ കണ്ടെറിയണം. വളരെ സത്യസന്ധമായ വാർത്ത അവതരിപ്പിക്കുന്നുവെന്ന ഒരു മിഥ്യാബോധം കേൾവിക്കാരി ജനിപ്പിച്ച ശേഷം വളരെ ശുദ്ധ നുണ വിളമ്പുന്നതാണ് മറുനാടിൻ്റെ വാർത്താവതരണ രീതി. എല്ലാ വീഡിയോ നോക്കിയാലും ഇത് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ താൻ തോന്നിയ തിരിവുകുണ്ടകളെ പോലെ വാർത്തകൾ സൃഷ്ടിച്ച് എത്രയോ കുടുംബങ്ങളെ, എത്രയോ വ്യക്തികളെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. വലിയ ക്രിമിനൽ കേസുകളെ പ്രതിയാണ് ഇയാൾ. നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയാണെന്ന് കേൾവിക്കാർ അറിയുന്നുണ്ടോ? എന്നെ കേൾക്കുന്നവരെ, മറുനാടിനെ കേൾക്കുന്നവരെ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. 150-ലേറെ ക്രിമിനൽ കേസുകളിലെ പ്രതി കേരളത്തിൽ ആരുണ്ട്? ഇങ്ങനെ ഗമ പറഞ്ഞ് ഇതുപോലെ ഞെളിഞ്ഞു നടക്കുന്നവൻ. 150-ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഏത് ഗുണ്ടയാണ് ജയിലിൽ കിടക്കാതെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത്? യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ മറ്റു പലതരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് വഴിയൊക്കെ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. എങ്ങനെയൊക്കെ ആകട്ടെ, എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന കോടികൾ വലിച്ചെറിഞ്ഞ് പലരെ സ്വാധീനിച്ചാണ് അകത്ത് കിടക്കേണ്ടവൻ ഇപ്പോൾ പുറത്തു നടക്കുന്നത്. ഇത്രമാത്രം ക്രിമിനൽ കേസിലെ പ്രതിയായ കൊടും ക്രിമിനലായ ഇയാൾ സത്യസന്ധനാണെന്ന് പറഞ്ഞ് നീതിബോധമുണ്ടെന്ന് പറഞ്ഞ് വാർത്ത ചെയ്യുമ്പോൾ നാം തിരിച്ചറിയണം, നാം വഞ്ചിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന വ്യക്തികൾ വിചാരിക്കും എനിക്ക് ഇദ്ദേഹത്തോട് എന്തോ പകയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുവെന്ന്. അല്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും പലപ്പോഴേ കാണാറുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തോട് എനിക്ക് വൈരാഗ്യമോ പകയൊന്നുമില്ല. ഇദ്ദേഹത്തെ ന്യായീകരിച്ച് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ പലരും ആക്ഷേപിച്ചും കുറ്റപ്പെടുത്തും വീഡിയോ ഇട്ടപ്പോൾ ഇദ്ദേഹത്തെ വളരെയേറെ ന്യായീകരിച്ചുകൊണ്ട് ഇദ്ദേഹം സത്യമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് സ്ഥിരമായ ശത്രുത ആരോടുമില്ല. പക്ഷേ സുവിശേഷത്തോടും സഭയോടും സഭാ നേതൃത്വത്തോടും ഒരു വിശ്വസ്തയും കൂറും പുലർത്തുക എന്നത് ക്രൈസ്തവനായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. എതിരെ വരുന്ന പൈശാചിക ആക്രമണത്തെ നേരിടുക എന്നത് എൻ്റെ ദൗത്യമായി ഞാൻ കരുതുന്നു. എനിക്ക് വ്യക്തിവിദ്വേഷം ഷാജനോടില്ല. ഇത്രമാത്രം അസത്യം വിളിച്ചു പറഞ്ഞ് 5 ലക്ഷം രൂപ അനധികൃതമായി രഹസ്യമായി വായിലേക്ക് തിരികെ കൊടുക്കുന്നുവെന്ന് വലിയ അസത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നാനാജാതി മതസ്ഥരായ സകലരുടെയും മുമ്പിൽ സഭയുടെ സകല മെത്രാന്മാരെയും ദുഷിച്ച ഇത്തരം തട്ടിപ്പുകാരനാണ് സഭയുടെ മെത്രാൻ എന്ന് വരുത്തിയ ഈ നികൃഷ്ട ജീവിക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ സഭയുടെ വിശ്വസ്തനാണെന്ന് എനിക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. ഞാൻ ഇതുവരെ പരാമർശിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. നിങ്ങൾ കമൻ്റ് ഇടുക, ഞാൻ മറുപടി തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. സഭയുടെ ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ പള്ളിയിലേക്ക് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വിഷയത്തിൽ തന്നെ പുതിയ അപ്ഡേഷനുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.